നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വലിയ ഒരു ഭാഗ്യയോഗം തരുന്ന ഗ്രഹയോഗത്തെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് 2025 ജൂലൈ 26 ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് സംക്രമിക്കാൻ പോവുകയാണ്. അപ്പം മിഥുനം രാശിയിൽ ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും കൂടെ ഒന്നിച്ചു ചേർന്ന് ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇതുകൊണ്ട് വളരെ വലിയ ധനഭാഗ്യവും ലോട്ടറി ഭാഗ്യവും അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും ഒരുപാട് ഐശ്വര്യങ്ങളും വാഹനയോഗവും ഒക്കെ സിദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ശുക്രൻ എന്ന് പറയുന്നത് സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും ഒക്കെ കാരകനാണ്. പിന്നെ പ്രണയത്തിൻ്റെ കാരകനാണ്. ലൗകിക സുഖങ്ങളുടെ എല്ലാം കാരകനാണ്. സ്വർണം, ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരകത്വം ശുക്രനാണ് ഉള്ളത്. മഹാലക്ഷ്മിയാണല്ലോ ശുക്രൻ്റെ ദേവത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വളരെ വളരെ ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. മിക്കവാറും എല്ലാ ഭാവങ്ങളിലും ശുക്രന് ശുഭഫലമാണ് നൽകുന്നത്. മാത്രമല്ല, ഇപ്പം വ്യാഴവുമായിട്ട് ചേരുന്നതോടുകൂടി ഈ ശുക്രനും വ്യാഴവും തമ്മിലുള്ള യോഗം, വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യകാരകനാണ്, ഗുരു ആണ്, നമ്മളെ ശരിക്കും ജീവിതത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതീവ ഗുണപ്രദമായിട്ട് ഈ യോഗം അനുഭവിക്കുന്ന നക്ഷത്രക്കാരൊക്കെയാണ്? ഒന്ന്, കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകയിരം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് ഈ ഗുണം അനുഭവപ്പെടുന്നത്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഇവർക്ക് ഈ ഇടവക്കൂറിൻ്റെ രാശിനാഥനും കൂടെയാണ് ശുക്രൻ. ഈ ശുക്രൻ ധനഭാവമായ 2ാം ഭാവത്തിലേക്കാണ് കടക്കുന്നത്. 2ാം ഭാവം ധനം, വാക്ക്, കുടുംബം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസം എല്ലാം 2ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം രാശിനാഥനാണ് ശുക്രൻ, ശുഭകാരകനാണ് ശുക്രൻ. ഇത് 2ാം ഭാവത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം, പല സോഴ്സുകളിൽ നിന്നുള്ള ധനഭാഗ്യം, സമ്പാദ്യം വർദ്ധിപ്പിക്കുക, നമ്മുടെ ഡെപ്പോസിറ്റുകൾ, ഓഹരിയിലുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം വർദ്ധിപ്പിക്കാനായിട്ടിത് കാരണമാകും. പിന്നെ ധനകാരകനായ വ്യാഴവും ഈ മിഥുനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശുക്രനും വ്യാഴവും യോഗം ചേർന്ന് മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാസം ആഗസ്റ്റ് 21 വരെ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പിന്നെ എന്തൊക്കെയാണ് ശുക്രൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്? ജീവിത പങ്കാളിയിൽ നിന്നുള്ള സന്തോഷകരമായ പെരുമാറ്റം, ദാമ്പത്യത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ, കുടുംബജീവിതത്തിൽ സമാധാനം, പിന്നെ ജീവിത പങ്കാളി മുഖേനയുള്ള നേട്ടങ്ങൾ, ബന്ധുക്കളെ ഒക്കെ കണ്ടുമുട്ടാനും കുടുംബ സംഗമം പോലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുമൊക്കെയുള്ള സാധ്യത. പിന്നെ എന്താണ്? വീട്, വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന കാലമാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ നടപടികളെങ്കിലും ഈ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. വീട് വാങ്ങാനുള്ള ധനം ആർജിച്ച് തുടങ്ങാനോ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു നിക്ഷേപ പദ്ധതിയിലൊക്കെ ചേരാനോ ഒക്കെ ഈ സമയത്ത് സാധിക്കും. വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വസ്തു വിറ്റത് നടത്താനായിട്ടിരിക്കുകയാണെങ്കിൽ അത് സാധിക്കും. അതുപോലെ തന്നെ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. വാഹനം മാറ്റി വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ആഗസ്റ്റ് 21 വരെയുണ്ട് ഈ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ വീട് പുതുക്കി പണിയാം, വീട്ടിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്, മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയോ ഒക്കെ വീടുകളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ, ക്ഷേത്രത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിതൃസ്വത്ത് വഴിയോ മാതൃസ്വത്ത് വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് മുഖേനയോ ഒക്കെ നമുക്ക് ധനഭാഗ്യം ഉണ്ടാകാം. ചിട്ടികൾ നമുക്ക് നറുക്ക് വീണ് പൈസ കിട്ടാം. ലോട്ടറി ഭാഗ്യവും ഈ സമയത്ത് ഉണ്ട്. ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ട് ധനഭാഗ്യത്തിന്. ഈ ലോട്ടറി കിട്ടാനായിട്ട് ചെറിയ അല്പം തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് വഴിയെ. എങ്കിൽ പോലും ലോട്ടറി കിട്ടാൻ സാധ്യതയുള്ളൊരു കാലവുമാണ്. പെട്ടെന്നുള്ള ധനഭാഗ്യത്തിന് ഒരു യോഗം ഈ സമയത്ത് ഉണ്ട്.
പക്ഷേ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വളരെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ കർക്കിടക മാസമാണ്, രാമായണ പുണ്യമാസമാണ്. ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് അടുത്ത വർഷം, കൊല്ലവർഷം തുടങ്ങും. അപ്പോൾ ആ ഒരു വർഷം നമുക്ക് വളരെ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാം. കാരണം വർഷത്തിൻ്റെ തുടക്കം തന്നെ ഈ വ്യാഴ ശുക്ര യോഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ വാക്കുകൾ, വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വാക്കിൻ്റെ കാരകനാണ് വ്യാഴം. ശുക്രൻ എന്ന് പറയുന്നത് മധുരമായ വാക്കുകൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിത്ത ബിസിനസ്സുകളിൽ, പൊതുവെ പറഞ്ഞാൽ വ്യാപാരത്തിൽ, ശുക്രൻ വ്യാപാരത്തിൻ്റെ കാരകനാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ വ്യാപാരത്തിൽ നിന്നും നല്ല ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ ബിസിനസ് മുഖേന നല്ല തുക ലഭിക്കാം. ഏജൻസി കമ്മീഷൻ മുഖേന നല്ല പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ധാരാളം അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സാഹിത്യകൃതികളൊക്കെ എഴുതുന്നവർക്ക് അവരുടെ പുസ്തകത്തിന് നല്ല റേറ്റിംഗ് കിട്ടുന്ന ഒരു കാലവും ആണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സമൂഹത്തിൽ പല വിധത്തിൽ ജനനേതൃത്വത്തിനുള്ള അവസരങ്ങളും ലഭിക്കുന്ന കാലമാണ്. പിന്നെ മറ്റ് ഗ്രഹാവസ്ഥകൾ നോക്കുമ്പം ശനി 11-ലാണ് സഞ്ചരിക്കുന്നത്, വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നു. ഇത് രണ്ടും വളരെ ഗുണകരമാണ്. പക്ഷേ ശനി വക്രത്തിലായതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഒരല്പം തടസ്സം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ രാഹു 10-ൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നതും ചെറിയ തടസ്സം സൃഷ്ടിക്കാം. അതുകൊണ്ട് 100% ഭാഗ്യം എന്ന് ഞാൻ പറയാത്തത് കൊണ്ടാണ്. ഈ രാഹുവൊക്കെ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹമാണ്. ശനി കാർഷിക ആദായവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഈ ശനി വക്രത്തിലായത് നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ അല്പം കുറയ്ക്കും. ആ ശനിയുടെ വക്രം വന്നില്ലെങ്കിൽ ശനിയെക്കൊണ്ട് വളരെ അനുഗ്രഹം കിട്ടുന്ന രാശിക്കാരാണ് ഇടവ കൂറുകാർ. രാഹു 10-ൽ സ്ഥിതി ചെയ്യുന്നതും ഒരല്പം ഭാഗ്യം കുറയ്ക്കുന്നതാണ്. എങ്കിലും ഒരു 90% ഭാഗ്യവും ഈ ഗജലക്ഷ്മി യോഗം കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു അവസരം നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കാം. വ്യാപാരത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാലമാണ്. ധനഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഈ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ ഒന്നിച്ചുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ വളരെ ഗുണകരമാണ്. കുടുംബ ഭാഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനി അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലും ലക്ഷ്മി ദേവിക്കും പ്രത്യേകം അർച്ചനകൾ കൊടുത്താൽ മതി. പാൽപ്പായസം സമർപ്പിക്കുന്നതും നല്ലതാണ്. ലക്ഷ്മി ദേവിക്ക് ഒരു പട്ടും കൂടെ സമർപ്പിക്കുക, വെളുത്ത പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും സമർപ്പിക്കുക. വിഷ്ണു ഭഗവാന് ഒരു താമരമുട്ടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നെയ്വിളക്കും തെളിയിക്കാം. പിന്നെ ശനി വക്രത്തിലായതുകൊണ്ട് ആ ദോഷം മാറാനായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത്. നവഗ്രഹ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളുണ്ടെങ്കിൽ ശനിയുടെ അവിടെയും വിഗ്രഹത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ശുക്രൻ്റെ വിഗ്രഹത്തിന് മുന്നിലും ഒരു വിളക്ക് തെളിക്കാനായിട്ട് മറക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ധനം കയ്യിലുണ്ടെങ്കിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു വിളക്ക് തെളിക്കുന്നത് നല്ലതായിരിക്കും. മിക്ക ക്ഷേത്രത്തിലും ചിലവതിന് വളരെ കുറവാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അടുത്തത് ചിത്തിരയുടെ 2ാമത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗം ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്കാണ്. ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്ക് ഈ തുലാക്കൂറിൻ്റെ അധിപനാണ് ശുക്രൻ. ഈ ശുക്രന് രാശിയാധിപനുമാണ്, 8ാം ഭാവാധിപനുമാണ്. ഈ ശുക്രൻ 9ാം ഭാവത്തിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഗുണം? ഭാഗ്യഭാവത്തിലേക്കാണ് ശുക്രൻ്റെ മാറ്റം. ഭാഗ്യഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴവും ശുക്രനും കൂടെ ഒന്നിച്ച് ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം വൻതോതിലുള്ള ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പം ഭാഗ്യത്തിൻ്റെയും വാക്കിൻ്റെയും കാരകനായ വ്യാഴവും ഭൗതിക നേട്ടങ്ങളുടെ കാരകനായ ശുക്രനും ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത്. അപ്പം വാക്കുകൾ മറ്റുള്ളവരെ ആകർഷിക്കും. സാംസ്കാരിക രംഗത്തുള്ള സാംസ്കാരിക നായകന്മാർക്ക്, എഴുത്തുകാർക്ക്, പ്രാസംഗികർക്ക്, വക്കീലന്മാർക്ക് ഒരു പരിധിവരെ, പിന്നെ അധ്യാപകർക്ക് ഒക്കെ വളരെ ഗുണകരമാണ്. കാരണം ഈ ബുധൻ എന്ന് പറയുന്നത് അധ്യാപനത്തിൻ്റെ സൂചകനായ ഗ്രഹമാണല്ലോ. അപ്പോൾ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്കാണ് ഈ വ്യാഴവും ശുക്രനും വന്നിരിക്കുന്നത്. വ്യാഴം നേരത്തെ അവിടെയുണ്ട്, ശുക്രൻ അങ്ങോട്ട് വരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അധ്യാപകർക്കും വളരെ ഗുണകരമാണ്. ട്യൂഷനൊക്കെ എടുക്കുന്നവർക്ക് ധാരാളം കുട്ടികളെയൊക്കെ കിട്ടും. അതുമൂലം നല്ല വരുമാനവും ലഭിക്കുന്നതാണ്. പിന്നെ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹം സഫലമാകും. ഇഷ്ടപ്പെട്ട കോഴ്സിന് പ്രവേശനം ലഭിക്കും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനും സാധ്യതയുണ്ട്. പിന്നെ പിതാവിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്നുള്ള ധനഭാഗ്യ യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലവിധ ഭാഗ്യാനുഭവങ്ങളുണ്ടാകാം. ലോട്ടറി ലാഭം, ചിട്ടികളിൽ നിന്നും നറുക്കെടുപ്പുകളിൽ നിന്നുള്ള ലാഭമൊക്കെ ഉണ്ടാകാം. പിന്നെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എഴുത്തുകാർക്ക്, ഗ്രന്ഥകാരന്മാർക്ക്, പ്രഭാഷകർക്ക്, പിന്നെ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നത് ആരൊക്കെയാണോ അവർക്കെല്ലാം വളരെ ഗുണകരമാണ്. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. പലപ്പോഴും വളരെ ഒതുങ്ങിക്കഴിയുന്ന ആൾക്കാർ അവരുടെ കഴിവ് പുറത്തു വരികയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യാനായിട്ടിടയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ അവരുടെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്താൻ സാധ്യതയുള്ളൊരു സമയമാണ്. നന്നായിട്ട് വിനിയോഗിക്കുക. നിങ്ങൾക്ക് പാട്ട് പാടാനോ കഥ എഴുതാനോ കവിത എഴുതാനോ പിന്നെ സിനിമയ്ക്കുള്ള തിരക്കഥ എഴുതാനോ ഒക്കെ കഴിവുണ്ടെങ്കിൽ ഈ സമയത്ത് അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ജീവിതം തന്നെ മാറിപ്പോവും. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ കണ്ടൻറ് റൈറ്ററായിട്ട്, പുതിയ കണ്ടൻറ് ക്രിയേറ്ററായിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. ശുക്രനും വ്യാഴവും കൂടെ യോജിക്കുന്നതോടുകൂടി ചിങ്ങമാസത്തോടു കൂടി നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പിന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. പ്രൊഫഷണലുകൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ പലതും സ്വന്തമാക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകും. പിന്നെ ശനി 6-ാം ഭാവത്തിലാണ് തുലാക്കൂറിന് സഞ്ചരിക്കുന്നത് എന്നുള്ളതും വളരെ ഗുണകരമാണ്. മീനത്തിലാണ് ശനി, വ്യാഴത്തിൻ്റെ രാശിയിലാണ്. 6-ൽ ശനിയാണ്. വക്രത്തിൽ ആണെങ്കിൽ പോലും ശനി കുറേ ഗുണഫലങ്ങൾ തുലാക്കൂറിന് ചെയ്യും. കാരണം തുലാം എന്ന് പറയുന്നത് ശനിയുടെ ഉച്ചരാശിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും കൂടെ തുലാക്കൂറിന് കിട്ടും. അപ്പോൾ ശനിയുടെ ഗുണവും കിട്ടും, വ്യാഴവും ശുക്രനും യോജിക്കുന്നതിൻ്റെ ഗുണവും കിട്ടും. അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുകയും ശുക്രനും വ്യാഴത്തിനും അർച്ചന ചെയ്യുകയും ചെയ്താൽ ഈ ഗുണഫലങ്ങൾ വളരെ വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലും മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിലും അർച്ചനകൾ സമർപ്പിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക. വെള്ളിയാഴ്ച ദിവസമാണ് മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്തേണ്ടത്. വെളുത്ത പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും വെളുത്ത പട്ടും സമർപ്പിച്ചാൽ വളരെ പെട്ടെന്ന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. അടുത്തത് മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരുടെ അനുഭവങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. അവർക്ക് ശുക്രൻ 11-ാം ഭാവത്തിൽ ബന്ധുക്ഷേത്ര ബലവാനായിട്ടാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ 11-ാം ഭാവത്തിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വലിയ ധനലാഭങ്ങൾ കിട്ടുന്ന കാലമാണ്. മാത്രമല്ല ഫലദീപിക പ്രകാരമാണെങ്കിൽ ഭയമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല അഭയവും കിട്ടും. എന്ന് പറഞ്ഞാൽ ആശ്രയവും, മറ്റുള്ള ആളുകൾ നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്കത് സാധിച്ചു തരുന്ന ഒരു കാലമുണ്ട്. അതുപോലെ ഭയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാലവുമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ചിങ്ങക്കൂറുകാർക്ക് ഈ ഗുണം കിട്ടുന്നുണ്ട്. മാത്രമല്ല ശുക്രൻ്റെ ബന്ധുവാണ് ബുധൻ എന്നുള്ളതുകൊണ്ട് ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന് ബലമുണ്ട്. വ്യാഴവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ബലവും ഉണ്ട്. പല ഗുണങ്ങൾ ഉണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. ധനപരമായിട്ട് വളരെ ഉയർച്ചയുണ്ടാകും. മിക്ക ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പം സർക്കാരിൽ നിന്ന് തടസ്സപ്പെട്ട് നിന്ന കാര്യമൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മുഖേനയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതിലൂടെയൊക്കെ പെട്ടെന്ന് കാര്യം സാധിച്ച് കിട്ടാനായിട്ട് ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മാതൃകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പല നേട്ടങ്ങളും മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർക്കുണ്ടാകും. പിന്നെ മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മതപരമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബവുമായിട്ട് എന്തെങ്കിലും തർക്കമൊക്കെ നിലനിന്നിരുന്നെങ്കിൽ അതൊക്കെ അവസാനിക്കുകയും അവരുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. ആത്മീയമായ നേട്ടങ്ങളും ഉണ്ടാകും. വീട്, വസ്തു, വാഹനം ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കും. വാഹനം നിലവിലുള്ളത് വിറ്റിട്ട് പുതിയൊരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് സാധിക്കും. ചിങ്ങമാസത്തിലാണ് സാധ്യത കൂടുതൽ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ ലാഭത്തിന് സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു ബൂം ഉണ്ടാകാൻ ഉള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ വലിയൊരു ബൂം ആ മേഖലയിൽ ഉണ്ടായില്ലെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വിറ്റ് ഒരല്പം ലാഭത്തിൽ തന്നെ വിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആഡംബര വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കും. പുതിയ വീട് വാങ്ങാനോ വീട് പുതുക്കി പണിയാനോ ഒന്ന് ഭംഗിപ്പെടുത്താനോ ഒക്കെ സാധിക്കുന്നതാണ്.
സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും, സർക്കാരിൽ നിന്ന് ധനലാഭം ഉണ്ടാകും, ലോണുകൾ അപേക്ഷിച്ചിരുന്നവർ അവർക്ക് ലഭിക്കുന്നതാണ്, ചിട്ടി നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കുന്നതാണ്, കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കുറേശ്ശെ പരിഹരിക്കാൻ സാധിക്കും, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുറയും, കടങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയും, സുഖവും സന്തോഷവും അനുഭവിക്കാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ യോഗമുണ്ട്. പിന്നെ വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടത്താനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച കിട്ടുന്ന സമയമാണ്. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് പോകാനായിട്ട് സാധിക്കും. സ്കോളർഷിപ്പൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ മകം പൂരം ഉത്രം നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. 7-ലാണ് രാഹു സഞ്ചരിക്കുന്നത്, ജന്മക്കൂറിലാണ് കേതു സഞ്ചരിക്കുന്നത്. ഇത് രണ്ടും അല്പം വിഷാംശമുള്ള ഗ്രഹങ്ങളാണ് എന്ന് പറയാതെ തന്നെ അറിയാമായിരിക്കും, ജ്യോതിഷം കുറച്ചെങ്കിലും അറിയാമെങ്കിൽ. അപ്പം രാഹു എന്ന് പറയുന്നത് ഒരു വിഷകാരകനാണ്, കേതു എന്ന് പറയുന്നത് കേസുകളുടെ കാരകനാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, 7-ാം ഭാവം എന്ന് പറയുന്നത് പ്രണയവും ദാമ്പത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ എതിർ ലിംഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഇടപെടുന്നത് സംബന്ധിച്ച ഒരു ഭാവമാണ് 7-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ 7-ലാണ് രാഹു നിൽക്കുന്നത്, ജന്മരാശിയിൽ കേതു നിൽക്കുന്നു, ജന്മക്കൂറിൽ. അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ആരോപണങ്ങളോ അപവാദങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു കാലമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്, അതിനുള്ള പരിഹാരവും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിത് ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഭാഗ്യ യോഗങ്ങളുടെ ക്രമത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇടവക്കൂറിനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 2-ാമത് തുലാക്കൂറിനാണ്, 3-ാമതാണ് ചിങ്ങക്കൂറിന്. അപ്പോൾ ചിങ്ങക്കൂറിന് ധനലാഭമുണ്ട്, ആഗ്രഹ സാഫല്യമുണ്ട്, മംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സൂക്ഷിക്കണം. അതായത് രാഹു കേതുക്കളുടെ സ്ഥാനം കൊണ്ട് അവർക്ക് അല്പം പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ അഷ്ടമത്തിൽ ശനിയാണെങ്കിലും ഈ ശനി വക്രത്തിലാണല്ലോ, അപ്പം ഏതാണ്ട് 7-ലേക്ക് ശനി നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പരിഹാരം കൂടെ ചെയ്യുക. അപ്പം വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുക, ലക്ഷ്മി ദേവിക്ക് വെളുത്ത പൂക്കൾ കൊണ്ട്, മന്ദാര പുഷ്പങ്ങളൊക്കെ കൊണ്ട് അർച്ചന ചെയ്യുക, പിന്നെ വെളുത്ത പട്ട് സമർപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം വേണം ലക്ഷ്മി ദേവിക്കുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട്. ഇതോടൊപ്പം തന്നെ ശാസ്താവിന് നീരാഞ്ജനം നടത്താനായിട്ട് മറക്കരുത്. കാരണം ഈ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ നമ്മളിലേക്ക് വരണമെങ്കിൽ ശനിദേവൻ്റെ അനുഗ്രഹം കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം, പറ്റുമെങ്കിൽ ഒരു നെയ്വിളക്ക് കൂടെ തെളിയിക്കുക. സർപ്പങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എങ്കിലും സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ വരുന്ന ആയില്യത്തിനൊരു ആയില്യ പൂജ, അല്ലെങ്കിൽ ഒരു 100 പാലും എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഈ രാഹുകേതുക്കളുടെ ദോഷം മാത്രമാണ് ഇവരെ അല്പം പ്രയാസത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ കുഴപ്പമില്ല, വഴിപാടുകൾ കൊണ്ട് ആകുന്നതാണ്. അപ്പോൾ ഒരു സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. ഇനി കുറച്ച് നക്ഷത്രക്കാർക്ക് സാമാന്യമായ ധനലാഭം കിട്ടും. ശുക്രൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശുക്രൻ ഓരോ ഭാവത്തിലും സഞ്ചരിക്കുമ്പം മിക്ക നക്ഷത്രക്കാർക്കും ഗുണകരമാണ്. വളരെ ചുരുക്കം ഭാവങ്ങളിൽ മാത്രമാണ് ശുക്രൻ ദോഷഫലം നൽകുന്നത്. അപ്പോൾ സാമാന്യമായ ധനലാഭം, ഇപ്പോൾ ലോട്ടറി ഭാഗ്യമൊന്നും പറയാൻ പറ്റിയില്ല, എങ്കിലും വലിയ പ്രശ്നമില്ലാതെ ധനത്തിനുള്ള ബ്ലോക്കൊക്കെ ഒന്ന് മാറി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കൂടെ നോക്കി പോകാം. അതിൽ പ്രധാനപ്പെട്ടത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ്. അവർക്ക് 3-ലെ ശുക്രനാണ്. 3-ലെ ശുക്രന് ധനലാഭമാണ് ഫലദീപിക പ്രകാരം പറയുന്നത്. ധനലാഭമുണ്ട്, മംഗള കാര്യങ്ങളും നടക്കും 3-ലെ ശുക്രൻ. പക്ഷേ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, 7-ര ശനിയുടെ ആരംഭ കാലമാണ് അവർക്ക്. പക്ഷേ ശനി വക്രത്തിലായതുകൊണ്ട് ഒരു അല്പം ഗുണഫലങ്ങൾ സിദ്ധിക്കും. അപ്പം ശുക്രനും അനുകൂലമായിട്ട് വരുന്നു, ശനിയുടെ ദോഷം അല്പം കുറയുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഗുണഫലങ്ങൾ കുറേശ്ശെ കിട്ടും. പക്ഷേ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന ഒട്ടുമേ തന്നെ ഗുണകരമല്ല. കാരണം 3-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴം ഏതാണ്ട് മറഞ്ഞ് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന കാലമാണ്. പക്ഷേ സാമാന്യമായ രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടാനും സാമാന്യം ധനലാഭം ഉണ്ടാക്കാനും ഈ സമയത്ത് സാധിക്കും. അതാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം. കാർത്തികയുടെ ആദ്യ പാദമാണ് കേട്ടോ. അടുത്തത് ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രം ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് 8-ൽ ശുക്രൻ നിൽക്കുന്നതിൻ്റെ ധനഗുണം കിട്ടും. 8-ൽ നിൽക്കുമ്പോൾ ഗുണഫലം നൽകുന്ന ഏക ഗ്രഹം ശുക്രനാണ്, അത് മനസ്സിലാക്കണം. ശുഭഗ്രഹമാണെങ്കിൽ പോലും 8-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പം ഗുണഫലങ്ങൾ കിട്ടും. പിന്നെ മാത്രമല്ല അവർക്ക് ഈ വിശാഖം, അനിഴം, തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്കൊരു ഗുണമുണ്ട്. അവരുടെ രാശിനാഥൻ ചൊവ്വ
ചൊവ്വ ഇപ്പം 11ാം രാശിയിലാണ്, 11ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണവും അവർക്ക് കിട്ടും. പക്ഷേ അവർക്ക് ഗുണകരമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ശനി 5ലും വ്യാഴം 8ലും സഞ്ചരിക്കുന്നതാണ്. 8ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ വളരെ ദോഷ അവസ്ഥയാണ് ഉള്ളത്. ശനി 5ൽ സഞ്ചരിക്കുന്നത് കുടുംബകാര്യങ്ങൾക്ക്, ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊന്നും ഗുണകരമല്ല. എങ്കിൽ പോലും ധനം നമുക്ക് ലഭിക്കും. പക്ഷേ എന്താണ്, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ ധനസംബന്ധമായ അബദ്ധങ്ങൾ മൂലമോ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, ധനം ചിലവാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് മാത്രം നോക്കുമ്പോൾ ധനലാഭത്തിന് സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് പുണർദം, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ഉൾക്കൊള്ളുന്ന കർക്കടക കൂറാണ്. അപ്പോൾ അവർക്ക് 12ലാണ് ശുക്രൻ വരുന്നത്. നേരത്തെ 8ാം ഭാവത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുഭഫലം നൽകുന്ന ഒരു പ്രത്യേകത ശുക്രന് ഉണ്ട്. സാധാരണഗതിയിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ഒക്കെ 12ൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ ശുക്രൻ മാത്രം 12ാം ഭാവത്തിൽ വരുമ്പോൾ ഗുണഫലങ്ങൾ അവർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഗുണം കിട്ടും. കടങ്ങൾ അല്പമൊക്കെ വീട്ടാൻ സാധിക്കും. ചിലവുകളൊക്കെ വർദ്ധിച്ചു വരും, പക്ഷേ ദൂരയാത്രകൾക്ക് സാധിക്കും. ടൂറൊക്കെ നടത്താനായിട്ട്, വിനോദയാത്രകൾ കുടുംബാംഗങ്ങളോടൊപ്പം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം ചിലവ് കൂടുന്ന കാര്യമാണെന്നും കൂടെ ഓർക്കുക മറുവശത്ത്. പിന്നെ സിനിമകൾ, അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ, കലാപരിപാടികളുടെ ആസ്വദിക്കാൻ പോവുക, ഗാനമേളകൾ, ഉത്സവങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗവും ഉണ്ട്. തീർത്ഥാടനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. പക്ഷേ ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിലെല്ലാം പണച്ചെലവുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ നടക്കും. പക്ഷേ ഇത്തരം ചില സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. എന്നാൽ പ്രൊമോഷൻ കിട്ടാനും സാധ്യതയുണ്ട്. പ്രൊമോഷനോടൊപ്പമുള്ള സ്ഥലം മാറ്റവും ആകാം. വ്യാഴം 12 നിൽക്കുന്നത് കൊണ്ട് വലിയ നേട്ടം ഉണ്ടാകാനായിട്ടൊരു സാധ്യതയില്ല. ബിസിനസ് രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബിസിനസ്സിൻ്റെ ഏരിയ ഒക്കെ വർദ്ധിപ്പിക്കാൻ, പുതിയൊരു സ്ഥലത്തേക്ക് ബിസിനസ് ആരംഭിക്കാനൊക്കെ സാധിക്കും. ഈ കർക്കിടക മാസത്തിൻ്റെ അവസാനമോ ചിങ്ങമാസമോ ഒക്കെ ആയിട്ട് അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ സാധിക്കും. വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഈ മാസം സാധിക്കുന്നതാണ്. പിന്നെ സന്താനങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കും വിദേശ യാത്ര സംബന്ധിച്ചുമൊക്കെ ചിലവുകൾ വർദ്ധിക്കാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹം നടക്കാനുള്ള സാധ്യത, കർക്കിടക മാസം വിവാഹം അങ്ങനെ നടത്താറില്ലല്ലോ. വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. പ്രണയിതാക്കൾ തമ്മിൽ, കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളൊരു സമയമാണ്. അവർ സൂക്ഷിക്കണം. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളെടുക്കാൻ സാധ്യതയുണ്ട്. ശത്രുശല്യം കുറയും, കടബാധ്യതകൾ കുറയും. ഇത് രണ്ടും ശുക്രൻ 12ൽ വരുമ്പോൾ ഗുണകരമായിട്ട് വരും. പിന്നെ നമ്മുടെ അല്പം കൂടെ ശ്രമിച്ചാൽ മത്സര പരീക്ഷകളിലൊക്കെ സാമാന്യമായ വിജയം നേടാൻ സാധിക്കും. വ്യാഴം 12ലായതുകൊണ്ട് ഭാഗ്യം കുറഞ്ഞു നിൽക്കും. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതൊരു ഗുണഫലമാണ് ശുക്രൻ്റെ 12ലെ സ്ഥാനം കൊണ്ട്. അതുകൊണ്ടാണ് ഞാനത് ക്രമത്തിൽ പറഞ്ഞത്. പിന്നെ ചൊവ്വ 3ലേക്ക് വരുന്നതിൻ്റെ ഒരു ഗുണം കിട്ടും. ശത്രുവിൻ്റെ ശല്യം ഒരല്പം കുറയും. 9 വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ചിലവൽപ്പം വർദ്ധിപ്പിക്കും. രാഹു 8ൽ സഞ്ചരിക്കുന്നതും കുറച്ച് ദോഷകരമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട, ഈ നക്ഷത്രക്കാരുണ്ടല്ലോ, സാമാന്യ ഗുണഫലങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടാനായിട്ട് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നതെങ്കിൽ അവിടെ ചുവന്ന മാല അല്ലെങ്കിൽ ഹാരം സമർപ്പിക്കുക. ലക്ഷ്മി ദേവിക്കാണെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട് വ്യാഴത്തിന് മഞ്ഞ പട്ട് സമർപ്പിക്കുക, മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിൽ. വിഷ്ണു ഭഗവാന് തുളസിമാലയോ നെയ്വിളക്കോ എന്തെങ്കിലും സമർപ്പിക്കുക. ദേവി ക്ഷേത്രത്തിൽ കടുംപായസം സമർപ്പിക്കുക. ഭഗവതി സേവ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തണം. ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ നിങ്ങളുടെ കുടുംബദേവതയായിട്ട് യക്ഷിയോ മറ്റോ ഉണ്ടെങ്കിൽ ആ യക്ഷിക്കും കൂടെ നമ്മൾ വഴിപാട് ചെയ്യണം. യക്ഷിക്കുള്ള പ്രത്യേക വഴിപാടുകളുണ്ട്. അതിവിടെ ഞാൻ പറയുന്നില്ല, കാരണം അതൊരു പ്രത്യേക ഉപാസന ആയതുകൊണ്ട്. അതുകൊണ്ട് യക്ഷി കുടുംബദേവതയായിട്ടുള്ളവർ, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ യക്ഷി പ്രതിഷ്ഠയുള്ളവർ അവിടെ കൂടെ വഴിപാട് ചെയ്താൽ ദോഷഫലങ്ങൾ മാറാനും ഗുണഫലങ്ങൾ കുടുംബത്തിലേക്ക് എത്തിച്ചേരാനും വളരെ ഗുണപ്രദമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സർപ്പദൈവങ്ങൾക്കുള്ള വഴിപാടും കൂടെ ചെയ്യണം, രാഹു 8ലായതുകൊണ്ട്.
ആയില്യ പൂജയോ നൂറുംപാലോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നാണയമെങ്കിലും സർപ്പത്തിൻ പ്രതിഷ്ഠയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സന്താനങ്ങൾക്കും അത് ഗുണകരമാണ്. പിന്നെ ചിലവ് ഒരല്പം കുറയാനും സഹായിക്കും അത്. അപ്പോൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം ഇത്രയും നക്ഷത്രക്കാർക്കാണ് സാമാന്യം ഗുണഫലങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ശുക്രൻ്റെ വരാൻ പോകുന്ന രാശിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ സന്താനങ്ങൾക്ക് മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വീട്ടിലെ പ്രായമായവർക്കൊക്കെ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.